എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പലിശ ഭാരം കൂട്ടാതെ പണനയ അവലോകന യോഗം അവസാനിപ്പിച്ച് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കുകളായിട്ടുള്ള റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെയാണ് പണനയം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. GDP അനുമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട്. വിലക്കയറ്റം കടുക്കാൻ സാധ്യതയുണ്ട് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കി. അടിസ്ഥാന പലിശ നിരക്ക് നിലനിർത്തിയത് ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്ക് വലിയ ആശ്വാസമാകും. റിപ്പോ നിരക്കിൽ മാറ്റം ഇല്ലാത്തതിനാൽ ഭവന വായ്പകളുടെ പലിശ നിരക്ക് മാറ്റാൻ ബാങ്കുകൾ തയ്യാറാവില്ല. മറിച്ച് റിപ്പോ കൂട്ടിയിരുന്നു എങ്കിൽ ആ വർധനവ് ബാങ്കുകൾ ഉടനടി ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചേനെ. അതേസമയം പണപ്പെരുപ്പ അനുമാനം കൂട്ടിയ റിസർവ് ബാങ്കിന്റെ നടപടി അടുത്ത നയ അവലോകന യോഗത്തിൽ പലിശ നിരക്ക് കൂട്ടിയേക്കാനുള്ള സൂചന കൂടിയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഓഗസ്റ്റിലെ യോഗത്തിൽ പലിശ നിരക്ക് കൂട്ടിയേക്കാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അയവില്ലാതിരിക്കുകയും ക്രൂഡ് വില വർദ്ധിക്കുകയും എൽനിനോ വില്ലനാവുകയും ചെയ്താൽ പണപ്പെരുപ്പം കുത്തനെ കൂടാം. ഇത് പലിശ കൂട്ടുന്നതിന് വഴിയൊരുക്കും. റിപ്പോ നിരക്കിൽ മാറ്റമില്ലാത്തതിനാൽ ബാങ്ക് സ്ഥിര നിക്ഷേപകരുടെ പലിശയിലും തൽക്കാലം മാറ്റം ഉണ്ടാകില്ല. എന്നാൽ പിന്നീട് റിപ്പോ കൂടുകയാണ് എങ്കിൽ ഇവയുടെ നിരക്കിലും ആനുപാതികമായിട്ടുള്ള വർധനവുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, രാജ്യത്ത് പേപ്പർ നോട്ടുകൾക്ക് പകരം പോളിമർ അതായത് പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള നിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. ഇന്നലെ നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ പ്രാരംഭഘട്ടത്തിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പേപ്പർ കറൻസി നോട്ടുകളുടെ അച്ചടി ചെലവ് കേന്ദ്ര സർക്കാരിന് വൻ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. പേപ്പർ നോട്ടുകൾ പെട്ടെന്ന് കേടാവുന്നതും അവ നശിപ്പിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന മൂല്യനഷ്ടം ഒഴിവാക്കാൻ പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് സാധിക്കും. പ്ലാസ്റ്റിക് കറൻസി എന്ന ആശയം റിസർവ് ബാങ്ക് ആദ്യമായി അവതരിപ്പിച്ച് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ അധികൃതർ വീണ്ടും മുന്നോട്ട് വരുന്നത്. നിലവിൽ കാനഡ, ഓസ്ട്രേലിയ എന്നീ വിദേശ രാജ്യങ്ങളിലെ പ്ലാസ്റ്റിക് നോട്ടുകൾ ഇന്ത്യയിലെ കാലാവസ്ഥക്ക് എത്രത്തോളം അനുയോജ്യമാണ് എന്ന് പരിശോധിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഇതിനായി രാജ്യത്തെ വ്യത്യസ്ത ഭൂശാസ്ത്ര, കാലാവസ്ഥ വ്യതിയാനമുള്ള 5 നഗരങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചിയും പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കൊച്ചി, മൈസൂർ, ജയ്പൂർ, ഷിംല, ഭുവനേശ്വർ എന്നീ നഗരങ്ങളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യഘട്ടം 5 നഗരങ്ങളിലായി പരീക്ഷണാടിസ്ഥാനത്തിൽ 10 രൂപയുടെ 1 ബില്യൺ അഥവാ 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണത്തിന് ഇറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലാബുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് നോട്ടുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ കടുത്ത ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയും ദൈനംദിന ഉപയോഗത്തെയും നോട്ടുകൾ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്ന വിലയിരുത്തിയ ശേഷമാകും രാജ്യം മുഴുവൻ പ്ലാസ്റ്റിക് നോട്ടുകൾ വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് ആയുസ് കൂടുതലാണ് എന്നും കള്ളനോട്ടുകൾ അടിക്കുന്നത് തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഇവയിൽ ഉൾപ്പെടുത്തുന്നതിന് റിസർവ് ബാങ്കിന് എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ് RBI ഇതിലേക്ക് ആകർഷിപ്പിച്ചിട്ടുള്ളത്. അച്ചടിച്ചെലവ് ആദ്യഘട്ടത്തിൽ അല്പം കൂടുതലാണ് എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പ് കനറ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലും വീഴ്ച വരുത്തിയ കനറ ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 41.80 ലക്ഷം രൂപ പിഴ ചുമത്തി. ചില ഉപഭോക്താക്കളുടെ KYC വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ സെൻട്രൽ KYC റെക്കോർഡ് രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യാൻ ബാങ്കിന് കഴിഞ്ഞില്ല എന്നാണ് RBI കണ്ടെത്തിയിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ ഉപഭോക്താവ് ഇടപാടുകൾ നടത്തിയ അക്കൗണ്ടുകളെ പോലും ബാങ്ക് പ്രവർത്തന രഹിതമായവയാണ് എന്ന് തെറ്റായി തരം തിരിച്ചിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 2025 മാർച്ച് 31 ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ ഫോർ സൂപ്പർവൈസറി വാല്യുവേഷൻ വഴിയാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പരിശോധനയ്ക്ക് ശേഷം റെഗുലേറ്ററി നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് RBI കനറ ബാങ്കിന്
കാരണം കാണിക്കൽ നോട്ടീസുകൾ നൽകിയിരുന്നു. ബാങ്ക് ഇതിന് മറുപടി നൽകുകയും നേരിട്ട് ഹിയറിംഗിന് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കിന്റെ വീഴ്ച അത് പല ആളുകളുടെയും അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു കൂടിയാണ് ഈ ഒരു പിഴ വന്നിട്ടുള്ളത്. എന്തായാലും KYC മാനദണ്ഡങ്ങൾ കുറച്ചും കൂടി കർശനമായി ഇവർ നോക്കും ഇനി എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. റിസർവ് ബാങ്കിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഓൺലൈൻ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് പുതിയ സംവിധാനവുമായി റിസർവ് ബാങ്ക്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓൺലൈൻ പണമിടപാടുകൾ 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തുന്നതിന് അടക്കം മാറ്റങ്ങളാണ് RBI പരിഗണിക്കുന്നത്. ഇവ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി മെയ് 8 വരെ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടും. ഇതിലുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. രാജ്യത്ത് ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ നീക്കങ്ങൾ RBI സജീവമാക്കുന്നത്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ ഇടപാടുകൾക്കും കൂൾ ഓഫ് പീരീഡ് അഥവാ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തും. അതുവഴി ഈ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന് ഇടപാട് റദ്ദാക്കാൻ അവസരം ലഭിക്കും. പണം അയച്ചു കഴിഞ്ഞാലും 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ സ്വീകരണകർത്താവിന് എത്തുകയുള്ളൂ എന്ന് വ്യക്തം. ഈ 1 മണിക്കൂറിനുള്ളിൽ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് തന്നെയാണ് പണം എത്തുന്നത് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ ഉപഭോക്താവിന് സാധിക്കും. ഏതെങ്കിലും തരത്തിൽ ഇടപാട് തട്ടിപ്പാണ് എന്ന് സംശയം തോന്നിയാൽ അത് ക്യാൻസൽ ചെയ്യാനും 70 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വിശ്വസ്ത ഇടനിലക്കാരൻ്റെ അനുവാദം നിർബന്ധമാക്കുന്നതുമാണ് RBIയുടെ പരിഗണനയിലുള്ള മറ്റൊരു നിർദ്ദേശം. പ്രായമായവർ തട്ടിപ്പിന് ഇരയാകാതിരിക്കാനാണിത്. മർച്ചൻ്റ് പേയ്മെൻറ്റ്, ഓട്ടോ ചെക്ക് ഇടപാടുകൾ എന്നിവയെ ഇതിൽ നിന്നും ഒഴിവാക്കും. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് മാത്രമാകും നിബന്ധന. കിൽ സ്വിച്ച് എന്ന സംവിധാനവും പരിഗണനയിലുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകളിൽ പെട്ടെന്ന് സംശയം തോന്നിയാൽ ഒറ്റ ബട്ടണിൽ ഞെക്കിയാൽ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലുള്ള എല്ലാ ഓൺലൈൻ ഇടപാടുകളും ഒറ്റയടിക്ക് മരവിപ്പിക്കാൻ ഈ സംവിധാനം വഴി സാധിക്കും എന്ന് RBI അധികൃതർ സൂചിപ്പിച്ചു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.